ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ എ വേർഡ് ഫോർ ഹാപ്പിനെസ്. ഈ വീഡിയോ ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നത് കാരണമായത് ഇതിനു മുന്നേ ഞാൻ അവതരിപ്പിച്ചൊരു വീഡിയോ ആണ്. അധികം വ്യൂസ് ഒന്നും പോയിട്ടില്ലെങ്കിലും കുറച്ച് കമൻസ് അതിന് താഴെ വന്നു. ആ കമൻസിന് റിപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ എന്താണോ എന്തോ 2-3 കമൻസൊക്കെ ഡിലീറ്റായിപ്പോയി. അധിക പേര് ഞാൻ അതിൽ ഉദ്ദേശിച്ചത് ഒരു മാംഗ്ലൂർ യാത്രയായിരുന്നു. മാംഗ്ലൂർ യാത്രയ്ക്ക് കാരണമായത് ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതായത് എൻ്റെ മുഖത്ത് വന്ന പിഗ്മെൻറ്റേഷൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ മംഗലാപുരം പോയിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള യാത്രയായിരുന്നു. പക്ഷേ ആ യാത്രയേക്കാൾ ആളുകൾ എന്നോട് ചോദിച്ചത് മുഖത്ത് എന്ത് പറ്റിയെന്നും എന്താ പറയുക, അതെന്ത് ചെയ്തു, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നൊക്കെയാണ്. അതിന് താഴെ വന്ന കമൻസിന് ഞാൻ റിപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ എന്തുകൊണ്ടും അത് പെട്ടെന്ന് ഡിലീറ്റായിപ്പോയി. എനിക്ക് കമൻസിന് റിപ്ലൈ ചെയ്യാനായില്ല. 1-2 കമൻസ് പറ്റിയ കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചിലർ ഇൻബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്നെ പരിചയമുള്ള വീഡിയോ കണ്ടവർ എന്നെ പറ്റിയൊന്നും അറിയാണ്ട് ആ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊന്നും അറിയാതിരുന്നവരും വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപയോഗപ്രദമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ ഉള്ള ഈ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്. ആർക്കെങ്കിലും ഒരു ഗുണമാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പിഗ്മെൻറ്റേഷൻ ഏകദേശം സ്റ്റാർട്ട് ചെയ്തത് 2021-2022 കാലഘട്ടത്തിലായിരുന്നു. 2021 എൻഡൊക്കെ ആകുമ്പോഴാണ് പതിയെ വന്നത്. അതായത് ഞങ്ങളൊരു ഹൈദരാബാദ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പിന് പോയി വരുമ്പോൾ ആ ട്രിപ്പിൻ്റെ ഇടയിൽ നല്ല വെയിലായിരുന്നു. ആ വെയിലിന് എന്തോ അലർജി ആയതോ എന്തോന്നറിയാം, കഴുത്ത് ഭയങ്കരമായിട്ട് ചൊറിയാൻ തുടങ്ങി. ഇച്ചിങ് ആയിരുന്നു ഭയങ്കരമായിട്ട്. ഒരു രാത്രി മുഴുവൻ അത് എത്ര ചൊറിഞ്ഞിട്ടും മാറാത്തൊരു അവസ്ഥയിലോട്ട് പോവുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഹൈദരാബാദ് തിരിച്ച് മംഗലാപുരം എത്തിയപ്പോഴേക്ക് അത് ചുവക്കാൻ തുടങ്ങി. പിന്നെ അത് കറക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴുത്തങ്ങ് കറുത്തു. മൊത്തമായിട്ടല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു കറുപ്പ് ബാധിച്ചു. പക്ഷേ കഴുത്തായത് കൊണ്ടും പിന്നെ അധികാരം അതിനെപ്പറ്റി നോട്ടീസ് ചെയ്യാത്ത, കഴുത്തൊന്നും അതിങ്ങനെ ആരും ശ്രദ്ധിക്കില്ല. കോളറിലുള്ള ചുരിദാറൊക്കെ ഇടുമ്പോൾ അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദ്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് ഞാനത് അത്ര കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്ത്, കൊറോണയുടെ സമയത്ത് മാസ്ക് ഇട്ടപ്പോൾ 2021 തന്നെയാണ് അതും സംഭവിച്ചത്. കൊറോണയുടെ സമയത്ത് മാസ്ക് ഇട്ടപ്പോൾ മാസ്കിൻ്റെ അലർജി ആയിട്ട് മുഖം ചൊറിയാൻ തുടങ്ങി. മുഖം ചൊറിഞ്ഞ് അതും പറഞ്ഞ പോലെ ചുവന്ന് പൊട്ടി. അന്നേരം ഞാൻ തൽക്കാലത്തേക്ക് അവിടെയുള്ള ഡോക്ടറെ കണ്ടിട്ട്, ഞാൻ ഹോസ്പിറ്റലാണല്ലോ വർക്ക് ചെയ്യുന്നത്, പിന്നെ എൻ്റെ അത്യാവശ്യം ലുട്ടുലുടക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ആ ചൊറിച്ചിൽ തൽക്കാലത്തേക്ക് മാറ്റിയെങ്കിലും അത് മുഖം ഡ്രൈ ആയി പിന്നെ അത് കറുത്തു. അത് കഴുത്ത് കറുത്തതിന് ശേഷമാണ് മുഖം കറുത്തത്. പക്ഷേ എന്നിട്ട് ഞാനത് കാര്യമാക്കി എടുത്തില്ല. പിന്നെ അത് നെറ്റിയിലോട്ട് വ്യാപിക്കാൻ തുടങ്ങി. നെറ്റിയുടെ ഈ ഭാഗങ്ങളെല്ലാം കറുപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു എല്ലാം കൂടെ ഒരു ഗ്രേ ഷെയ്ഡായി മുഖം മാറുന്നുണ്ടായിരുന്നു. ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നില്ല. പക്ഷേ എനിക്ക് കണ്ണാടിയിൽ നല്ല ലൈറ്റിങ്ങിനിടയിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടായിരുന്നില്ല. അന്ന് കൂടുതൽ മാസ്ക് ഇടുന്നതുകൊണ്ടായിരിക്കാം ആൾക്കാരും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് ഒരു ഫ്രണ്ട് വന്ന് ചോദിച്ചത്, എന്താണ് കഴുത്തിൻ്റെ മുകളിലൊരു അടയാളം, ഇവിടെ ഒരു കറുപ്പ് അടയാളമുണ്ട് ഈ സൈഡിലായിട്ട്, ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നു. അത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് 2022 മെയ്യിലായിരുന്നു. ആ മുഖത്തിൻ്റെ കറുപ്പും ഈ കഴുത്തിൻ്റെ കറുപ്പും എല്ലാം കൂടെ പിന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി. മുഖത്ത് ചാരം തേച്ചതുപോലെ ഒരു പിഗ്മെൻറ്റേഷൻ ആയിരുന്നു. സാധാരണ നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ മെലാസ്മയാവും. മെലാസ്മ വന്നാൽ ഒരുവിധപ്പെട്ട പ്രായമുള്ള ഒരു 45 വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാവരും മുഖത്തൊരു കറുപ്പ് കാണും. അതിന് മലയാളത്തിലൊരു പേരുണ്ടായിരുന്നു, അത് മറന്നു. മെലാസ്മ എന്നാണ് പറയുക അതിന്. അതായിരിക്കും എന്നാണ് പലരും പറഞ്ഞു. പക്ഷേ അതിനെ പോലത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾക്കൊരു പിഗ്മെൻറ്റേഷൻ കാണിക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മുഖത്തൊരുമാതിരി ഇത് തന്നെ, ഇച്ചിരി ഡാർക്കായ ആൾക്കാർ മേക്കപ്പ് ഇടുമ്പോൾ അതിങ്ങനെ എടുത്ത് കാണിക്കും മുഖത്ത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതവർ മേക്കപ്പ് ഇട്ടെന്ന് പെട്ടെന്നത് മനസ്സിലാവും. കാരണം അവർക്ക് സൂട്ട് ചെയ്യാത്ത മേക്കപ്പ് ഇടുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതുപോലെയായിരുന്നു എൻ്റെ മുഖം. ഞാൻ ഭയങ്കര ഫെയർ ഒന്നല്ല,
ഞാൻ ഒന്നും ഇടാണ്ട് തന്നെ ഞാൻ മേക്കപ്പ് ഇട്ടു. നീ എന്താണ് മുഖത്ത് പറ്റിച്ചേർച്ച് വെച്ചതെന്ന് പല ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിങ്ങനെ പെട്ടെന്നായിരുന്നു തോന്നുന്നു അതിൻ്റെ ഒരു വളർച്ച, ആ പിഗ്മെൻറ്റേഷൻ്റെ വളർച്ച. ആൾക്കാരൊക്കെ എന്നെ തമാശയാക്കാൻ തുടങ്ങി. 24 മണിക്കൂർ സൂര്യൻ്റെ അടിയിൽ പോയി നിന്നതായിരുന്നു നീ ഇങ്ങനെ കറുത്തത്, പിന്നെ എന്താ പറയുക, എന്താണ് എന്താണ് മുഖത്ത് തേച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ചിലർ സഹതാപത്തോടെ വന്നിട്ട് കിഡ്നിയുടെ പ്രോബ്ലമാണോ, ലിവർ ടെസ്റ്റ് ചെയ്തോ, ബ്ലഡിൽ എന്താ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെക്കാട്ടും ബുദ്ധിമുട്ട് ആൾക്കാർക്ക് വരാൻ തുടങ്ങി. അത് സ്വാഭാവികമായി ഉണ്ടാവും. നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും, നമ്മളെ കരുതലുള്ളവരായിരിക്കും അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മളായാലും അങ്ങനെ ചോദിച്ചു പോകും. പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോവുകയല്ലേ. ഞാൻ അവിടെയുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റുകളെയും മാറി കാണിച്ചു. ചെയ്യാത്ത ബ്ലഡ് ടെസ്റ്റുകളില്ല. ക്യാൻസറിൻ്റെ ടെസ്റ്റ് കൂടി എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ ഞാൻ പറഞ്ഞു, കാരണം ഇത്രയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സാധനം പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ക്യാൻസറിൻ്റെ ടെസ്റ്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, മാലിഗ്നൻസി ടെസ്റ്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കില്ല എന്നറിഞ്ഞു. പക്ഷേ അവസാനം ഞാൻ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ. സാറ് പറഞ്ഞു, ഇനിയിപ്പം ഫേസ് കളർ ഇതുണ്ടാവില്ലേ, ടാറ്റു, അത് ചെയ്താൽ മതി. കുറച്ച് കഴിഞ്ഞാൽ 2 വർഷമൊക്കെ കഴിഞ്ഞ് അഡ്ജസ്റ്റ് ആകുമ്പോൾ ഫേസ് കളർ ടാറ്റു ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഫേസ് കളർ ടാറ്റു ചെയ്യേണ്ട ആവശ്യം എന്താണ്, നമ്മൾ 2 കൊല്ലം ആകുമ്പോൾ നമ്മളിതുമായിട്ട് അഡ്ജസ്റ്റ് ആകുമല്ലോ എന്ന് ഞാൻ മനസ്സുകൊണ്ടൊക്കെ ചിന്തിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ ഹോപ്പ് വിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഫാർമസിയിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ കീഴിൽ ഞാൻ കുറേ കാലം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായി അവസാനം വിട്ടിട്ടാണ് ഞാൻ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളോട് തിരിഞ്ഞത്, സ്കിന്നിൻ്റെ പ്രോബ്ലം അല്ല എന്ന് വിചാരിച്ചിട്ട്. സാറ് പറഞ്ഞു, സനിഷ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു ബയോപ്സി ചെയ്ത് നോക്കാം, എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏപ്രിലിൽ 2023 ഏപ്രിലിൽ ഞാൻ ബയോപ്സി ചെയ്തു. 2023 ഏപ്രിലാണെന്ന് തോന്നുന്നു. 2023 ഏപ്രിൽ ഞാൻ ബയോപ്സി ചെയ്തു. കാരണം വിഷുവിൻ്റെ സമയമായിരുന്നത്. അതിൻ്റെ റിസൾട്ട് 2 ആഴ്ച കൊണ്ട് കിട്ടി. അപ്പോഴാണ് അറിഞ്ഞത് ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസ്, LPP എന്ന് പറഞ്ഞ ഒരു അസുഖമായിരുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസ് എന്ന് പറയുന്ന അസുഖം അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളെ നശിപ്പിച്ച് കളയുക. സാധാരണ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നാൽ അതിനെതിരെ പ്രവർത്തിച്ച് അസുഖം ഇല്ലാണ്ടാക്കുക എന്നാണല്ലോ ചെയ്യുക. ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തന്നെ നമുക്ക് അസുഖങ്ങൾ വരുത്തിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ നമ്മുടെ സിസ്റ്റം തന്നെ നമുക്ക് അസുഖം വരുന്ന രീതിയിൽ പെരുമാറാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ശത്രുക്കൾ വസിക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു അസുഖമാണ് ഈ സാധനം. അപ്പം ഈ തൈറോയ്ഡ് എല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഈവൻ ഞാൻ ഓൾറെഡി തൈറോയ്ഡ് പേഷ്യൻ്റാണ്, ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതിന് NT-TPO ടെസ്റ്റ്, ANA ടെസ്റ്റ്, ആൻറ്റി ന്യൂക്ലിയർ ടെസ്റ്റ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്തു. എല്ലാം ഭയങ്കരമായിട്ട് ഹയർ ലെവലിലായിരുന്നു. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിനെ പറ്റി കേട്ടത്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞ് വെറുതെ വീഡിയോന് ടൈം കൂട്ടുന്നില്ല. അത് ചെയ്തു. ഞാൻ 5-8 മാസം അത് ചെയ്തു. പക്ഷെ അത് ചെയ്തതിന് ഏറ്റവും ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ 2 ഗുണം കിട്ടിയത്. ഒന്ന്, തൈറോയ്ഡ് ടാബ്ലറ്റിൻ്റെ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്ന ഡോസേജ് കുറയ്ക്കാൻ കഴിഞ്ഞു. ഞാൻ സാധാരണ മൺഡേ ടു സൺഡേ 100 mcg തൈറോക്സിനാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ റെഡ്യൂസ് ചെയ്ത് മൺഡേ ടു ഫ്രൈഡേ മാത്രമായി. സാറ്റർഡേയും സൺഡേ ഞാൻ കഴിക്കാറില്ല. ആ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ഇപ്പം കുറച്ച് കാലമായി വിട്ടിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് മേ ബി അത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ എനിക്കത് സാറ്റർഡേ സൺഡേ എന്നുള്ളത് കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്ത് ആഴ്ചയിൽ 3-4 ദിവസങ്ങൾ മാത്രമായിട്ട് തൈറോയ്ഡ് ടാബ്ലറ്റ് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. സാധാരണ തൈറോയ്ഡ് കുറച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് നിർത്താൻ. അതിൻ്റെ ഡോസ് കൂടി പോകുന്നല്ലാണ്ട് കുറഞ്ഞതായിട്ട് ചരിത്രം ഞാനിതുവരെ കേട്ടിട്ടില്ല.
അപ്പം അല്ലെങ്കിൽ അത് സീസണായിട്ട് വരുന്ന തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവരായിരിക്കും. പക്ഷേ ഓൾറെഡി ഉള്ളവർക്കാണെങ്കിൽ അത് ഒരിക്കലും കുറയാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഡോസേജ് എനിക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു. ഇപ്പം തൈറോയിഡ് ടെസ്റ്റ് എപ്പം ചെയ്താലും നോർമലായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. നല്ല ബുദ്ധിമുട്ടുള്ള സാധനമാണത്. സാധാരണ ഡയറ്റ് പോലെ ഒന്നല്ല. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം നമ്മുടെ ജീവിത ശൈലിയിൽ നിന്നും. അപ്പം അതൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ, ചില പ്രത്യേക സാഹചര്യങ്ങൾ അതൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ അതങ്ങ് നിന്നുപോയി. പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് നല്ലോണം കുറഞ്ഞു. ഏകദേശം ഒരു 78 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ. 69 വന്നു എൻ്റെ വെയിറ്റ്. അത് 1-2 മാസങ്ങൾ കൊണ്ട് മാത്രം ഈ ഡയറ്റ് തുടങ്ങിയിട്ട്. വെയിറ്റ് കുറഞ്ഞാൽ പിന്നെ നാട്ടുകാർ പൊതുവേ ചോദിക്കുമല്ലോ, എന്താ കുഴപ്പം, ബുദ്ധിമുട്ടുണ്ടോ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ക്ഷീണിച്ചു പോയല്ലോ എന്നുള്ള നോർമൽ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. എല്ലാ തരം ഡ്രസ്സ് ഇടാൻ പറ്റും, വലിയ സൈസിന് വേണ്ടി ഓടിക്കളിക്കേണ്ട, അങ്ങനത്തെ കുറേ സന്തോഷങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ അന്നേരമാണ് അനുഭവിച്ചത്. അതിനുശേഷം ഞാൻ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ കാശിനാഥിൻ്റെ കീഴിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഒരുപാട് ക്രീമുകൾ, ഒരുപാട് ടാബ്ലറ്റ്സുകൾ എല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് മാത്രമേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നല്ലാണ്ട് പെട്ടെന്ന് ഒരു മാറ്റവും വന്നില്ല. അതായത് ഏപ്രിലിൽ തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഏകദേശം ഡിസംബർ, ജാനുവരി വരെ ഞാനത് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരുന്നു. ബട്ട് വലിയൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കേസിൽ. ചിലർക്ക് അവിടെ സാറിൻ്റെ കീഴിലെ ട്രീറ്റ്മെൻറ്റിൽ ചിലവർക്ക് റിസൾട്ട് ഉണ്ടായിരുന്നതായി ഞാൻ കേട്ടു. സാറ് പക്ഷേ എന്നോട് ഒരുപാട് കേസുകൾ പറഞ്ഞു. ഇപ്പം ഒരുപാട് കേസുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിന് കാരണം പറയുന്നത് വെച്ചാൽ 3-4 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് മേക്കപ്പ്, കോസ്മെറ്റിക്സ് ആയിരിക്കാം. രണ്ടാമത്തെ ഹെയർ ഡേ ആയിരിക്കാം. മൂന്നാമത്തെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആയിരിക്കാം, ഇൻഫെക്ഷൻ വന്നത് ആയിരിക്കാം. അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ എനിക്ക് ആദ്യത്തെ നെക്കിൻ്റെ ഇച്ചിങ് വന്ന സമയത്ത് സൺലൈറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്കങ്ങനെ ഞാൻ വല്ലാണ്ട് സൺലൈറ്റ് എക്സ്പോസ്ഡ് ഒന്നും ആയിരുന്നില്ല. രാവിലെ 7:30 അല്ല 9 മണിക്കോ ഡ്യൂട്ടിക്ക് വരും. വൈകുന്നേരം വെയിൽ പോയതിന് ശേഷമാണ് പോവാറ്. അപ്പം വെയിൽ കൊള്ളുക എന്നുള്ള, കണ്ടിന്യൂസ് വെയിൽ കൊള്ളുക എന്നുള്ളൊരു പരിപാടി ഇല്ല. അല്ലെങ്കിൽ എനിക്ക് വെയിൽ അലർജിയാണ്, മൈഗ്രെയിൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാക്സിമം ഞാൻ വെയിൽ ഒഴിവാക്കിയിട്ടാണ് നടക്കാറുള്ളത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് വന്നു എന്നത്, അതിൻ്റെ ഒരു കാരണം ഇപ്പോഴും വ്യക്തമല്ല. കാരണം എന്തായാലും ഇനിയിപ്പോൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കാരണം കണ്ടെത്തുന്നത് നല്ലതാണ്. ബിക്കോസ് വി ക്യാൻ അവോയ്ഡ് ദാറ്റ് റീസൺസ്. നമുക്ക് കാരണം എന്താണോ നമ്മൾക്ക് അസുഖം വന്നത് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഓവർ കോസ്മെറ്റിക്സ് ഉണ്ടാവാറില്ല, ഹെയർ ഡൈ യൂസ് ചെയ്യാറില്ല, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ടില്ല. പിന്നെ ഉള്ളത് സൺലൈറ്റ് മാത്രമാണ്. അപ്പോൾ ഞാൻ മാക്സിമം വെയിൽ ഒഴിവാക്കിയിട്ട് തന്നെയാണ് യാത്ര ചെയ്യാറുള്ളത് എല്ലായിടത്തും. എന്തായാലും ജനുവരി വരെ വെയിറ്റ് ചെയ്തിട്ടും ഒന്നുമില്ല. പക്ഷേ മാറ്റങ്ങളൊന്നും കാണാൻ, അപ്പോൾ ഞാൻ പിന്നെയും മൊത്തം ഡള്ളായി. ഈ സ്കിന്നിൻ്റെ പ്രൊഡക്റ്റിനെല്ലാം നിങ്ങൾ മാർക്കറ്റിലോട്ട് ചെന്നാലറിയാം എന്താണ് കോസ്റ്റ് എന്ന്. ഒരു ചെറിയ സാധനത്തിന് വരെ 600-700 രൂപ, ഒരു 100 ml അല്ല 50 ml 600-700 മുകളിലോട്ടല്ലാണ്ട് അതിന് താഴോട്ട് ഒരു പ്രൊഡക്റ്റും കിട്ടില്ല. അങ്ങനെ ഞാൻ വരെ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തു. ടാറ്റു, ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഫേസ് ടാറ്റുവിനെ പറ്റി ചോദിച്ചു. പറഞ്ഞു ഇന്ത്യയിൽ എവിടെയും അവൈലബിൾ അല്ല മാഡം അങ്ങനത്തെ ഒരു സാധനം. നമ്മളിൽ നോർമൽ ടാറ്റൂസേ ഉള്ളൂ. നോർമൽ നമ്മളെല്ലാവരും ശരീരത്തിലൊക്കെ അടിക്കുന്ന ടാറ്റൂസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ടാറ്റൂസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയും വിട്ടു. എൻ്റെ മുഖം ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളൊരവസ്ഥയിലോട്ട് വരുമ്പോഴാണ് ഞാൻ ലേസർ ചികിത്സയെ പറ്റി ചിന്തിച്ചത്. അങ്ങനെ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് ഞാൻ അങ്ങനൊരു ലേസർ സ്ഥാപനത്തിനെ പറ്റിയിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്ത് 2013 ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ വിന്ധ്യ പൈ. അവർ ഒരു ക്ലിനിക്ക് തുടങ്ങിയതായിട്ട് അറിഞ്ഞു. ക്ലിനിക്ക് തുടങ്ങിയത് അവിടുത്തെ സംഭവങ്ങളൊക്കെ വായിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയായിരുന്നു. ആദ്യം ഒരിക്കൽ കാണിച്ചപ്പോൾ ഒരു കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടാബ്ലറ്റ്സ്, കുറച്ച് ഇമ്മ്യൂണോ മോഡുലേറ്റർ അതും കൂടെ കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ജാനുവരി 25 എൻ്റെ ബർത്ത്ഡേ, 2024 ജാനുവരി 25 എൻ്റെ ഫസ്റ്റ് ലേസർ ഞാൻ തുടങ്ങിയത്.
പ്രതീക്ഷയുണ്ടോ ഉണ്ടായിരുന്നല്ലോ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. ലേസറിൻ്റെ ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ അന്വേഷിച്ചു ഞാൻ. പക്ഷേ എനിക്ക് തോന്നി എനിക്ക് ആളുകളുടെ മുന്നിൽ പണ്ടത്തെ ആ കോൺഫിഡൻസോടെ പോയി നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, വെറും മെഡിസിൻസ് മാത്രമായിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ മാഡം എന്നെ ഒരു വിന്ധ്യാപ്പൈൻ്റെ അടുത്ത് പോയെങ്കിൽ അന്ന് വിന്ധ്യാപ്പൈൻ എനിക്ക് കിട്ടിയില്ല. ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പുണ്യ സുവർണയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബട്ട് ഷി വാസ് ഗുഡ്, വളരെ നല്ല ഡോക്ടറായിരുന്നു. സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. അവരുടെ പ്രൊഫഷണലിസം ആയിരിക്കാം അത്, എങ്കിൽ പോലും വി ഫീൽ ഗുഡ്. അങ്ങനെ ഒരു ഡോക്ടർ നമ്മളോട് സംസാരിച്ചാലല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡീപ്പ് പിഗ്മെൻറ്റേഷനാണ്, ഒരുപാട് സമയമെടുക്കും, പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല. 8 സിറ്റിംഗ് ആയിരുന്നു എന്നോട് പറഞ്ഞത്. ഒരു 4 സിറ്റിംഗ് വരുന്ന നിങ്ങളൊന്നും നോക്കണ്ട എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. ഓപ്പണായിട്ട് തന്നെ അവർ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അങ്ങനെ ജാനുവരി 25 കഴിഞ്ഞു. ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത സിറ്റിംഗ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 4 സിറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ തുടങ്ങിയെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി എനിക്ക് ഇപ്പോഴും ഇടയ്ക്ക് തോന്നാറില്ല, സത്യം പറഞ്ഞാൽ. ഞാനിങ്ങനെ നോക്കി വെക്കുമ്പോൾ ഇവിടെ കറുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഉണ്ടാവുമായിരിക്കും. എന്നാലും പണ്ടത്തെ ആ ഒരു കാഠിന്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 8 സിറ്റിംഗ് കംപ്ലീറ്റായി. ഇപ്പം 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഒരു മെയിൻ്റനൻസ് ലേസർ ടോണിങ് എന്ന് പറഞ്ഞ സംഭവം കൂടെ ഉണ്ട്. അതിന് പോകാറുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞു. ഇനി 3-4 മാസം കഴിഞ്ഞിട്ട് ലേസർ ടോണിങ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മെയിൻ ഡോക്ടറുണ്ട്, അവരെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പം ഇതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ്, എൻ്റെ മുഖത്ത് പറ്റിയതും മുഖത്തിന് വേണ്ടി ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ. ഇപ്പം പുറത്തു നിന്നുള്ള ഒരു സംഭവമില്ല. ഡെയിലി സൺസ്ക്രീൻ അത് മസ്റ്റാണ്. അതും ഫിസിക്കൽ സൺസ്ക്രീൻ, കെമിക്കൽ സൺസ്ക്രീൻ, അങ്ങനെ 2-3 ടൈപ്പൊക്കെ ഉണ്ട്. അതിനെനിക്ക് ചേരുന്നത് മാത്രമേ ഉപയോഗിക്കുന്നു. പിന്നെ അതിനോട് ചേർന്ന സംഭവങ്ങളും ടാബ്ലറ്റ്സ് ഉണ്ട്, ഇമ്മ്യൂണോ മോഡുലേറ്റർ ഉണ്ട്, ഒരു വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇപ്പോഴും ഞാൻ സ്റ്റിൽ പ്രതീക്ഷയിലാണ് പൂർണ്ണമായി മാറുമെന്ന്. എന്തായാലും സമയമെടുക്കും. മിനിമം ഒരു 1 ഇയറെങ്കിലും എടുക്കുമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു സ്കിന്നിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ബട്ട് എന്തായാലും പണ്ടത്തെ അവസ്ഥയിൽ നിന്നും വളരെ ബെറ്ററാണ്. കാരണം ഞാൻ പണ്ടൊരിക്കൽ കോഴിക്കോട് ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊരു മോളിൽ പോയിട്ട് തിരിച്ചിറങ്ങാൻ നേരത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഒരു ലേഡിയായിരുന്നു. അവർ ഓടി വന്ന്, ഒരു പരിചയമില്ല, അവർ ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്താ മോളുടെ മുഖത്തിന് പറ്റിയത്, വല്ല ചായവും തേച്ചോ, വല്ല ഡൈ ചെയ്തോ, നമ്മുടെ ഒരു ചേച്ചിക്ക് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ അവർ പരിചയമില്ലാണ്ടവർ. അപ്പോൾ അത്ര പോലും നമ്മളെ ഇതുവരെ കാണാത്ത ആൾക്ക് വരെ നമ്മളെ മേക്കൗട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട് സ്കിന്നിനെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ പുതിയതായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തപ്പോൾ ആരും എൻ്റെ മുഖത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞപ്പോഴാണ് ശരിയാണല്ലോ ചേച്ചി എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരുപാട് ഞാൻ ചിലവാക്കി ഇതിൻ്റെ മുകളിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അസുഖം മാറുമെങ്കിൽ ഞാൻ ഇനിയും ചിലവാക്കും. കാരണം നമുക്കൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ആ സൊല്യൂഷൻ്റെ മുകളിൽ സ്റ്റിക്ക് ഓൺ ആയിരിക്കണം. പകുതി വഴിക്ക് വിട്ടിട്ട് അല്ലെങ്കിൽ ഇതിനെക്കാട്ടും നല്ല വേറെ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കി പോകാൻ പാടില്ല. ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു കണ്ടിന്യൂ ദാറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വൈകുന്നേരമാണിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ ഇരുട്ടായി, വെളിച്ചമൊക്കെ കുറഞ്ഞു. എൻ്റെ മുഖത്തിന് ഡാർക്ക്നെസ് പിന്നെയും കൂടെ തീരെ വെളിച്ചമില്ലാണ്ട് നിൽക്കുമ്പോൾ. സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബൈ. ഏകദേശം എല്ലാവർക്കും എന്നോട് ചോദിച്ച ആൾക്കാർക്കൊക്കെ ഒരു രൂപമായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് തീർച്ചയായും ഷെയർ ചെയ്തിരിക്കും. അപ്പം ബൈ, ഗുഡ് നൈറ്റ്, ഹാവ് എ സേഫ് ഡേ രാത്രി. ബൈ.